നല്ല മഴയുള്ള ദിവസങ്ങളിൽ ചൂട് ചായക്കൊപ്പം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു മിനി സമൂസ കഴിച്ചിട്ടുണ്ടോ? പുറമേ നല്ല ക്രിസ്പിയും അകത്ത് പഞ്ചാബി സ്റ്റൈൽ ആലു മസാലയും വെച്ചിട്ടുള്ള ഈ സമൂസ കഴിക്കാനും ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ മിനി സമൂസ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. സമോസ ഉണ്ടാക്കാനായി ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും അതേപോലെ തന്നെ 1 ടീസ്പൂൺ അയമോദകവും ചേർത്ത് കൊടുക്കുക. നമ്മളുടെ അജ്വൈൻ എന്ന് പറയുന്ന അയമോദകമാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചാബി സമൂസയിൽ ഇത് പ്രധാനമാണ്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇതുപോലെ വെജിറ്റബിൾ ഓയിൽ 4 ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി ഈ മൈദയും ഓയിലും ഒക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് വെള്ളം ചേർക്കരുത്. ഈ എണ്ണയിൽ കിടന്ന് തന്നെ ഈ മൈദ നന്നായി ഒന്ന് നനഞ്ഞു വരണം. ഇപ്പോൾ ഓയിലും എണ്ണയും ഒക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പാകമെന്ന് പറയുന്നത് നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുളയായിട്ട് കിട്ടണം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്നത് പോലെ നന്നായി കുഴച്ചെടുക്കണം. സമൂസയ്ക്കുള്ള മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. സമൂസയ്ക്കുള്ള മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇവിടെ നന്നായി കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഒരു നനഞ്ഞ തുണി വെച്ച് മൂടി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ആ സമയം കൊണ്ട് നമ്മൾക്ക് ഫില്ലിങ് തയ്യാറാക്കാം. ആദ്യം തന്നെ നമ്മൾക്ക് ഇഞ്ചിയും പച്ചമുളകും ഒന്ന് ചതച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു മിക്സി ജാറിലേക്ക് 3 പച്ചമുളകും ഒരു വലിയ കഷ്ണം ഇഞ്ചി നുറുക്കിയതും ചേർത്ത് നന്നായി ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. ഇഞ്ചിയും പച്ചമുളകും ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ആലു സമൂസ ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ 1/2 കിലോ ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ പട്ടാണിക്കടല ഇതേപോലെ നന്നായി വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഉണങ്ങിയ പട്ടാണി തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് കുക്കറിൽ നന്നായി വേവിച്ചെടുത്തതാണ്. നിങ്ങൾ ഫ്രോസൺ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ പച്ചക്കറികളൊക്കെ വഴറ്റുന്ന സമയത്ത് ചേർത്താലും മതിയാവും. ഇനി ഒരു മീഡിയം സൈസ് സവാള ചെറുതായി കൊത്തിയരിഞ്ഞതും എടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് മസാലയ്ക്ക് വേണ്ടുന്ന സാധനങ്ങൾ. ഇനി നമ്മൾക്ക് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾ ജീരകം ചേർക്കുന്നില്ലെങ്കിൽ മസാല ചേർക്കുമ്പോൾ ജീരകപ്പൊടി ചേർത്താലും മതിയാവും. ജീരകമൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും പച്ചമുളകും പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ കൊത്തിയരിഞ്ഞു വെച്ചിരുന്ന ഒരു മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വെന്ത് ട്രാൻസ്പെറൻ്റ് ആയി വന്നാൽ മതിയാവും. നമ്മൾ ഉരുളക്കിഴങ്ങും പട്ടാണിക്കടലയൊക്കെ വേവിച്ചത് ഉപ്പ് ചേർത്താണ്. അതുകൊണ്ട് തന്നെ ഈ പച്ചക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇപ്പം കുറച്ച് ചേർത്ത് കൊടുക്കുക. ഒരു നുള്ളി ചേർത്ത് കൊടുത്താൽ മതിയാവും. ഉപ്പ് അധികമാവാതെ നോക്കണം. നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ സവാളയുടെയും പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയൊക്കെ പച്ചമണമൊക്കെ നന്നായി മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി. നമ്മൾ നേരത്തെ പച്ചമുളക് പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എരിവനുസരിച്ചിട്ട് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ. അതേപോലെ തന്നെ 1 ടീസ്പൂൺ ചാട്ട് മസാല. ചാട്ട് മസാല ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജീരകം പൊടിച്ചതോ ഗരം മസാലയോ ചേർത്ത് കൊടുക്കാവുന്നതുമാണ്. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് പച്ചമണം മാറ്റിയെടുക്കുക. ഇപ്പോൾ മസാലപ്പൊടികളൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന പട്ടാണിക്കടലയും ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിച്ച് നേരത്തെ ഉടച്ചു വെക്കരുത്. ഈ സമയത്ത് വേണം ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഉടച്ചു കൊടുക്കാൻ. എന്നാൽ മാത്രമേ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നന്നായി ഉടച്ച് മസാലയുമായി നന്നായി മിക്സായി വന്നിട്ടുണ്ട്. പഞ്ചാബി സമൂസ ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി പൊടിച്ചതും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കസൂരി മേത്തി ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ആലു സമൂസയ്ക്കുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് സമൂസ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പോൾ മാവ് കുഴച്ചു വെച്ചിട്ട് അരമണിക്കൂറിന് മേലെ ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഒന്നുകൂടി ഒന്ന് നന്നായി കുഴച്ചെടുക്കാം. ഇനി ഈ മാവിൽ നിന്നും ഓരോ ചെറിയ ഉരുളകളായി നമ്മൾക്ക് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഞാനിവിടെ ചെറിയ മിനി സമൂസയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഇത്ര ചെറിയ ബോൾസ് ആയിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് വലിപ്പത്തിനനുസരിച്ചിട്ടുള്ള ബോൾസ് എടുക്കാവുന്നതാണ്. സമൂസയ്ക്കുള്ള ബോൾസ് എല്ലാം ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഓരോന്നും പരത്തി പൂരിയാക്കി എടുക്കാം. നല്ല റൗണ്ട് ഷേപ്പിൽ പരത്താതെ കുറച്ചൊരു ഓവൽ ഷേപ്പിൽ കുറച്ച് നീളത്തിലാണ് നമ്മൾ പരത്തിയെടുക്കേണ്ടത്. നമ്മൾ സാധാരണ ഭട്ടൂരക്കൊക്കെ പരത്തുന്ന ആ ഒരു രീതിക്ക് വേണം പരത്തിയെടുക്കാൻ. ഇനി ഈ പരത്തിയെടുത്ത പൂരി നടുവേ കൂടി രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു ഉരുളയിൽ നിന്ന് നമ്മൾക്ക് 2 സമൂസയ്ക്കുള്ള ഷീറ്റ് കിട്ടും. ഇനി ഇതിന്റെ ഒരു ഭാഗം മാറ്റി വെച്ചതിന് ശേഷം മറ്റേ ഭാഗം ഒന്നുകൂടെ ഒന്ന് നമ്മൾക്ക് പരത്തി കൊടുക്കാം. ഇനി ഇതിന്റെ ഒരറ്റത്ത് നന്നായി ഒന്ന് വെള്ളം തേച്ചതിന് ശേഷം ട്രയാങ്കിൾ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. സമൂസയ്ക്കുള്ള ഷീറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ മിനി സമൂസയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ സമൂസയായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിംഗ് ഒന്ന് നിറച്ച് കൊടുത്തതിന് ശേഷം കൈ വെച്ച് ഇതുപോലെ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അഥവാ ഒട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം തൊട്ടും ഇതുപോലെ ഒട്ടിച്ചെടുക്കാവുന്നതാണ്. ആദ്യത്തെ മിനി സമൂസ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾക്ക് ബാക്കി എല്ലാ ഷീറ്റും ചെയ്തെടുക്കാം. ഇപ്പോൾ സമൂസയെല്ലാം ഫ്രൈ ചെയ്യാൻ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചൂടായ ഓയിലിലേക്കിട്ട് ഇത് ഓരോന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നന്നായി ചൂടായതിനു ശേഷം നമ്മൾക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഓരോ സമൂസകളായിട്ട് നമ്മൾക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് തിരിച്ചും മറിച്ചുമിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ വറുത്തു കോരിയെടുക്കാം. ആദ്യത്തെ ബാച്ച് സമൂസ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മൾക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കി എല്ലാ സമൂസകളും നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളുടെ നാടൻ സമൂസയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഈ നോർത്ത് ഇന്ത്യൻ സമൂസ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.
എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും.